Hello all, and welcome to IELTS Preparation by Salt Edu. This is Alvin, and in this session, we will discuss how to write a body paragraph for a problem solution essay. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം സൊല്യൂഷൻ ക്വസ്റ്റ്യൻ്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതാമെന്നാണ് കണ്ടത്. ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സെയിം സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ ബോഡി പാരഗ്രാഫ് എങ്ങനെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം നമുക്ക് നോക്കാം. നമുക്ക് ഡീറ്റെയിൽസ്, നമുക്ക് ഒരു ബോഡി പാരഗ്രാഫ് എങ്ങനെ എഴുതും എന്നുള്ളതായിരുന്നു ആദ്യം നോക്കാം. പൊതുവേ നമ്മൾ ഇതിനു മുൻപ് കണ്ട ടൈപ്സിലൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ ആണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാം. നമുക്ക് സ്റ്റിൽ കാണാം. അതായത് ബേസിക്കലി നമ്മൾ ഇവിടെയും ഒരു സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ 4 സെന്റൻസ് സ്ട്രക്ചർ ആണ് ബേസിക്കലി ഇവിടെയും നോക്കുക. ടോപ്പിക്, സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, അതിൻ്റെ തന്നെ ഒരു സമ്മറി. ഇതാണ് നമ്മൾ ബേസിക്കലി ഇവിടെയും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ. അതുപോലെ ഒരു ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഒരേ കാര്യമാണ് ഫോളോ ചെയ്യുക. അതായത് ഒരു 5 to 8 സെന്റൻസിന്റെ ഒരു ലെങ്ത്, അതായത് ഒരു 90 വേർഡ്സിന്റെ ഒരു ലെങ്ത്, ദെൻ ഒരു 10 minutes, ലൈക്ക് വി ഷുഡ് ഡിവോട്ട് അറൌണ്ട് 10 minutes ടു റൈറ്റ് എ പ്രോപ്പർ ബോഡി പാരഗ്രാഫ്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഒരു ബോഡി പാരഗ്രാഫിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നോടെ സ്റ്റിൽ കാണാം. വൺ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഓൾമോസ്റ്റ് എവറി ലാർജ് സിറ്റി ഇസ് ട്രാഫിക് കൺജഷൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇതിൻ്റെ ബോഡി പാരഗ്രാഫ് എഴുതാം എന്ന് നമുക്ക് നോക്കാം. ഇവരോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു തിങ്ക് ദി കോസസ് ആർ ആൻഡ് വാട്ട് സൊല്യൂഷൻസ് ക്യാൻ യു സജസ്റ്റ്. ഇതാണ് ഇതിൻ്റെ ടൈലൻറ്റ്. നമുക്ക് ബേസിക്കലി ഇവിടെ യൂസ് ചെയ്യുന്ന 2 ഐഡിയാസ് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ നേരത്തെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോസസ്, പ്രോബ്ലംസ്, അതുപോലെ ഇതിൻ്റെ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ പല പല സൊല്യൂഷൻസും കോസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എങ്ങനെ അത് ജനറേറ്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ബേസിക്കലി ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോസ്, ദെൻ ഒരു സൊല്യൂഷൻ, ബേസിക്കലി ഇത് രണ്ടും ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ 2 ബോഡി പാരഗ്രാഫ്സ് എഴുതുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ ഇതിൻ്റെ ഒരു കോസസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മളിവിടെ സ്ക്രീൻ കാണാം 2 ഐഡിയാസ്. ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്. ഒരു കോസാണ് നമ്മൾ എടുക്കുക, ടു മെനി കാർസ് ഓൺ ദി റോഡ്. അതൊരു കോസ്, ഇതിൻ്റെ ഒരു റീസൺ ആയിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് നമ്മൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും എഴുതുക. ദെൻ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് നമ്മൾ പാർക്ക് ആൻഡ് റൈഡ് സ്കീംസ്, അതായത് എങ്ങനെ ഈ ഒരു കോസിന് മറികടക്കാം എന്നുള്ളൊരു സൊല്യൂഷൻ, ഈ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് അറ്റൻഡ് ചെയ്യുക. ദെൻ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എപ്പോഴും ഫോളോ ചെയ്യുന്ന അതേ പാറ്റേൺ ആണ്. ടോപ്പിക്, സെന്റൻസ്, ദെൻ ഒരു എക്സ്പ്ലനേഷൻ, ഒരു എക്സാമ്പിൾ ആൻഡ് ഒരു സമ്മറി. ഓക്കെ, നമുക്ക് ആദ്യം ടോപ്പിക് സെന്റൻസ് നോക്കാം. സ്ക്രീനിൽ കാണാം. ദി നമ്പർ ഓഫ് പീപ്പിൾ ഓണിംഗ് കാർസ് ഇൻക്രീസസ് ഇയർ ഓൺ ഇയർ വിത്ത് മോസ്റ്റ് ഫാമിലീസ് നൗ ഹാവിംഗ് മോർ ദാൻ 1 കാർ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക് സെന്റൻസ്. നമ്മുടെ ഐഡിയ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ടു മെനി കാർസ്, ഇപ്പോൾ റോഡിൽ ഒരുപാട് കാർസ് ഉണ്ടെന്നുള്ള ഒരു ഐഡിയനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാരഗ്രാഫ് എഴുതുക. അപ്പോൾ അതിൻ്റെ ടോപ്പിക് സെന്റൻസ് നമ്മൾ എന്താണ്, ദ നമ്പർ ഓഫ് പീപ്പിൾ ഓണിംഗ് കാർസ്. അപ്പോൾ അങ്ങനെയുള്ള പീപ്പിൾസിൻ്റെ എണ്ണം, കാർസ് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ വേഗം കൂടുകയാണ്, കുതിച്ചുയരുകയാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ തന്നെ, അതായത് ഈ ഒരു ടോപ്പിക് സെന്റൻസിന്റെ തന്നെ എക്സ്പ്ലനേഷൻസ്, എക്സാമ്പിൾസും കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാം. നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദാറ്റ് ഈസ് ദി എക്സ്പ്ലനേഷൻ ഓഫ് വാട്ട് യു ഹാവ് സെഡ് ആസ് ദി ടോപ്പിക് സെന്റൻസ്. സ്ക്രീനിൽ കാണാം. മോസ്റ്റ് പീപ്പിൾ ലൈക്ക് ദി കൺവീനിയൻസ് ഓഫ് ട്രാവലിംഗ് അറ്റ് ദി ടൈം ദേ വാണ്ട് to rather than being restricted to public transport timetables. So they prefer to drive themselves around rather than taking the bus or train. This is despite the fact that they frequently have to sit in long traffic queues as they near the city center. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് അവർ കൂടുതലും സ്വന്തം പ്രൈവറ്റ് വെഹിക്കിൾസ് എടുക്കാനാണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ വാണ്ട് ദാറ്റ് കൺവീനിയൻസ്. They prefer to drive themselves around rather than being restricted to bus or train. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിൽക്കുന്ന ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ വേണ്ടാതെ അവർ സ്വന്തം ഒരു കൺവീനിയൻസ് മാത്രം നോക്കി സ്വന്തം ഒരു കാർ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വെഹിക്കിൾ ഓൺ ചെയ്ത് സ്വന്തം സമയവും കാര്യങ്ങളൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് നമ്മളവർ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കലി ആദ്യം പറഞ്ഞ ടോപ്പിക് സെന്റൻസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ബേസിക്കലി ആദ്യം പറഞ്ഞ ടോപ്പിക് സെന്റൻസിൻ്റെ എക്സാമ്പിൾ ആണ്. Whenever I have to attend a meeting in the city, I always drive because it means that I can leave home when I want to, rather than getting stressed about getting to the station in time to catch the train. അതായത് ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ പേഴ്സണൽ എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ പറയുന്നത് ബേസിക്കലി ഒരു മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുക. കാര്യം ലൈക്ക് ഐ ക്യാൻ ലീവ് ഹോം വിത്തൗട്ട് ഗെറ്റിംഗ് സ്ട്രെസ്. അതായത് ബസ്സിൻ്റെയോ അല്ലെങ്കിൽ ട്രെയിനൊക്കെ എടുക്കേണ്ട ഒരു സമയമോ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാണ്ട് നമ്മൾ സ്വന്തം കൺവീനിയൻസിൽ സ്വന്തം വെഹിക്കിൾ എടുത്തു പോകാനാണ് പൊതുവേ ശ്രദ്ധിക്കുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ട്രെയിനൊക്കെ ക്യാച്ച് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ബസ്സിൻ്റെ ഒക്കെ സമയം നോക്കി പോകാണ്ട്
സ്വന്തം വെഹിക്കിൾ ഉണ്ടെങ്കിൽ സ്വന്തം കൺവീനിയൻസ് പോകുന്നുള്ള ഒരു കാര്യം മാത്രം നോക്കിയിട്ട് പോകുന്നു എന്നുള്ളൊരു കേസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോപ്പിക് സെൻസിൻ്റെ ഒരു സപ്പോർട്ടിങ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ. ദെൻ ദി ഫിഫ്ത്ത് വൺ, അതായത് ഔട്ട്ലൈൻ സെൻറ്റൻസ് നോക്കാം. ഔട്ട്ലൈൻ സെൻറ്റൻസ് ബേസിക്കലി നമ്മൾ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ ഒരു ഔട്ട്ലൈൻ ആണ്. അതായത് സൊസൈറ്റി ഹാസ് ഇൻ ജനറൽ ബിക്കം മോർ മൊബൈൽ ആൻഡ് ദിസ് മീൻസ് മോർ പീപ്പിൾ ആർ പ്രിപ്പയർഡ് ടു കമ്മ്യൂട്ട് ടു വർക്ക് ബൈ കാർ ദാൻ ദേ വേ ബിഫോർ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞു വെക്കുന്നത്, സൊസൈറ്റി മൊത്തത്തിൽ എന്താണ് കൂടുതൽ മൊബൈലായി അല്ലെങ്കിൽ കൂടുതൽ വർക്കിന് പോകുന്ന കൂടുതൽ ആൾക്കാർ എന്താണ് അവരുടെ സ്വന്തം കാർ പ്രിഫർ ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ ഇങ്ങനെ മാറി വന്നു എന്നുള്ളതാണ് ബേസിക്കലി ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഓവറോൾ എന്നുള്ള രീതിയിൽ സൊസൈറ്റിയുടെ മൊത്തം ഒരു സ്വഭാവത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു കാർസ് കൂടുതലായിട്ട് സ്വയം സ്വന്തം കാറുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടെ ബേസിക്കലി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോഡി പാരഗ്രാഫ് 1 വരുന്ന കാര്യങ്ങൾ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ്. അതായത് കൂടുതൽ ആൾക്കാരും സ്വന്തം കാർസ് ഓൺ ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി ഇവിടെ ഉണ്ട് എന്നുള്ളത്. അതായത് പീപ്പിൾ ഓണിങ് കാർസ് ഹാവ് ഇൻക്രീസ്ഡ് എന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് നമ്മുടെ ഈ പാരഗ്രാഫ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഐഡിയ, അതായത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻസ് ഉള്ള ഇതിലുള്ള ഐഡിയ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ബോഡി പാരഗ്രാഫ് സെക്കൻഡ് നമുക്ക് നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.